നമസ്തേ പ്രിയ ശ്രീരാഗം കുടുംബാംഗങ്ങളെ, ഞാൻ നിഷാജിത്ത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ഇന്ദ്രന്മാർ പാണ്ഡവരായ കഥ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഒരിക്കൽ ദേവന്മാർ നൈമിഷാരണ്യത്തിൽ വെച്ച് ഒരു യാഗത്തിന് ഒരുക്കം നടത്തി. 12 സംവത്സരം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാഗമായിരുന്നു അത്. യജ്ഞത്തിന് പ്രധാന കാർമ്മികത്വം വഹിച്ചത് യമനായിരുന്നു. യാചകനായതോടെ തൻ്റെ ശരിയായ കർമ്മത്തിൽ മുഴുകുവാൻ യമന് അവസരമുണ്ടായില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ഭൂമണ്ഡലത്തിലോ മറ്റെങ്ങുമോ മരണമുണ്ടായില്ല. മരണകാലം കഴിഞ്ഞിട്ടും ദേഹികൾ ജീവിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാർ ഭയപ്പെട്ടു. ലോകത്തിന് പതിത്വവും പതനവും ഉണ്ടാകുവാൻ ഇനി എന്തു വേണം എന്ന് ചിന്തിച്ചു കൊണ്ടവൻ ബ്രഹ്മദേവനെ വിവരമറിയിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ദേവന്മാരോ, നിങ്ങൾ ഭയപ്പെടേണ്ട. യാഗം പൂർണ്ണമാകാറായിരിക്കുന്നു. കർമ്മം കഴിഞ്ഞാലുടനെ യമൻ തിരിച്ചെത്തും. കർമ്മപ്രതിയായിക്കൊള്ളും. അതിൽ സംശയം ലേശവും വേണ്ട. ദേവന്മാർ ബ്രഹ്മാവിൻ്റെ വാക്കും ചെവിക്കൊണ്ട് യാഗസ്ഥലത്തെത്തി. ഗംഗാനദിയുടെ കരയിലെ വിശാലമായ മണപ്പുറത്ത് വെച്ച് നടക്കുന്ന യാഗം പൂർണ്ണമാവുകയാണ്. യാഗം നോക്കി ദേവപതിയെ അടക്കം എല്ലാവരും ഇരുന്നു. അപ്പോൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. അവരുടെ കണ്ണുകൾ നദിക്കരയിലേക്ക് പാഞ്ഞു. അഗ്നിപ്രഭയുള്ള ഒരു യുവതി ഗംഗാനദിയിൽ നിൽക്കുന്നു. അവളുടെ കയ്യിൽ ഒരു കുടമുണ്ട്. പുരുഷന്മാരുടെ മനസ്സിനെ വന്ദിപ്പിക്കുന്ന സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന കമനീയമായ ലാവണ്യരൂപം. ദേവകൾ അവളുടെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു. ദേവേന്ദ്രൻ അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. അപ്പോഴിതാ മറ്റൊരു കാഴ്ച അവർക്ക് ദൃശ്യമായി. ആ യുവതി കരയുന്നു. അതിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവളുടെ ഓരോ തുള്ളി കണ്ണുനീരും ജലത്തിൽ വീഴുമ്പോൾ ഓരോ ചെന്താമര വിരിയുന്നു. ആ ചെന്താമര പുഷ്പങ്ങൾ ഗംഗയിൽ ഒഴുകി നടന്നു. ഓളത്തിൽ തുള്ളി ഗംഗ പൂക്കളുമായി പിടിയില്ലാത്ത രഹസ്യത്തിലേക്ക് ഒഴുകുന്നു. ഇന്ദ്രൻ ആ കാഴ്ച കൗതുകപൂർവ്വം നോക്കിയിരുന്നു. അപ്പോൾ ദേവന്മാർ ഇന്ദ്രനോട് പറഞ്ഞു, ഈ കാഴ്ച വളരെ വിശേഷം തന്നെ. ആ യുവതി നിസാരയല്ല. അവളുടെ ദുഃഖം അസാധാരണവുമാണ്. എന്താണ് ആ ദുഃഖം എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അതിനാൽ താങ്കൾ തന്നെ പോയി കാര്യമറിഞ്ഞു വരിക. ദേവന്മാരുടെ പ്രേരണയാൽ ഇന്ദ്രൻ ഉടൻ തന്നെ തേങ്ങിക്കരയുന്ന യുവതിയുടെ സമീപമെത്തി. കുടത്തിൽ വെള്ളവുമെടുത്ത് കരയിലേക്കണയുന്ന ആ വിശ്വമോഹിനിയോട് ഇന്ദ്രൻ ചോദിച്ചു, ഭവതി, ഈ ദേവി ആരാണ്? എന്തിനാണ് ദേവി കരയുന്നത്? ദുഃഖത്തിനുള്ള കാരണം അതെന്തായാലും എന്നോട് പറയുക. ഞാൻ ദേവേന്ദ്രനാണ്. എന്നെക്കൊണ്ട് പരിഹരിക്കാനാവുന്നതാണെങ്കിൽ എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. ആ യജ്ഞസ്ഥലത്ത് നിന്നുമാണ് ഞാൻ വരുന്നത്. ഇനിയെങ്കിലും പറയുക, ദേവി എന്തിനാണ് വിലപിക്കുന്നത്? ദേവേന്ദ്രൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും ആ സുന്ദരി ഒരക്ഷരവും ഉരിയാടിയില്ല. മാത്രമല്ല, ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തെ ലക്ഷ്യമാക്കി അവൾ നടന്നകലുകയും ചെയ്തു. ദേവേന്ദ്രനുണ്ടോ വിടുന്നു. അയാൾ യുവതിയുടെ പുറകെ കൂടി. ഇടയ്ക്കിടെ ആ സുന്ദരി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. താൻ പുറകെ ചെല്ലുന്നത് അവൾക്കിഷ്ടമാണെന്ന് ദേവേന്ദ്രൻ കരുതി. എങ്കിലും ഒരു സംശയം ബാക്കി നിന്നു. എന്തുകൊണ്ട് അവൾ തന്നോട് സംസാരിക്കുന്നില്ല? ഇനി വല്ല ഊമയോ മറ്റോ ആണോ? അങ്ങനെയാകാൻ വഴിയില്ല. പിന്നെ അവൾ ആരായിരിക്കും? കണ്ടിട്ട് രാജകന്യകയോ ദേവകന്യയോ ആണെന്നും തോന്നുന്നില്ല. അസുരകന്യകയാണെന്നും വഴിയില്ല. കാരണം ഇത്രയും സൗന്ദര്യം ഒരു അസുരകന്യയ്ക്കുണ്ടാകാൻ വഴിയില്ല. പിന്നെ ആരായിരിക്കും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും ദേവേന്ദ്രൻ അവളെ അനുഗമിച്ചു. അവർ നടന്നു നടന്ന് ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് എത്തിച്ചേർന്നു. പരിശുദ്ധമായ ഗംഗ മലയുടെ ഉള്ളിൽ നിന്നും തെളിനീരുമായി ഉത്ഭവിക്കുന്ന കാഴ്ച ഇന്ദ്രൻ നോക്കി നിന്നു. ഈ തരുണീരത്നം മല കടന്ന് വിശാല സുന്ദരമായ ഒരു പ്രദേശത്തെത്തി. ഒരു വശത്ത് അനേകം ഗുഹകൾ കാണാമായിരുന്നു. നീണ്ടു പരന്ന വിശാലമായ പുൽത്തകിടിയുടെ മധ്യത്തായി നിൽക്കുന്ന ദേവദാരുവിൻ്റെ ചുവട്ടിലിരുന്ന് 2 പേർ രസിക്കുന്നത് ദേവേന്ദ്രൻ കണ്ടു. ആ സുന്ദരി അവരുടെ അടുത്തേക്ക് നടന്നു. ഇന്ദ്രനും അങ്ങോട്ട് നടന്നു. അവരുടെ സമീപമെത്തിയപ്പോഴാണ് അവിടെ ഇരിക്കുന്നവർ ആരാണെന്ന് ഇന്ദ്രന് മനസ്സിലായത്. സാക്ഷാൽ കൈലാസനാഥനും ഗിരിനന്ദിനിയും. ദേവേന്ദ്രൻ ഭയന്ന് പിന്തിരിഞ്ഞോടാൻ ഭാവിച്ചു. അപ്പോഴാണ് ദേവേന്ദ്രന് ഇതുവരെ തൻ്റെ മുന്നിൽ നടന്ന യുവതിയെക്കുറിച്ച് ഓർമ്മ വന്നത്. അവളെ കാണാനില്ല. അവൾ എങ്ങോട്ട് പോയി? വീണ്ടും അവളെ തിരക്കിപ്പോകാൻ ഇന്ദ്രന് കഴിഞ്ഞില്ല. അല്പം ജാള്യതയോടെ അയാൾ മടങ്ങാൻ തുടങ്ങുമ്പോൾ ശിവൻ അയാളെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, ദേവേന്ദ്ര, എന്താണ് എന്നെ കണ്ടിട്ട് അങ്ങ് കണ്ട പാവം പോലും നടിക്കാതെ ഓടിപ്പോകുന്നത്? ശിവന്റെ ചോദ്യം കേട്ട് ഇന്ദ്രൻ ഞെട്ടി. ശംഭു തന്നെ കണ്ടിരിക്കുന്നു. ഇനി ഒളിക്കാനും നിവൃത്തിയില്ല. കള്ളി വെളിച്ചത്തായത് തന്നെ. എന്തായാലും അദ്ദേഹം കണ്ട സ്ഥിതിക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുക തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവേന്ദ്രൻ കുറ്റബോധത്തോടെ ശിവന്റെ സമീപം ചെന്നു നിന്നു. ശംഭു ഇന്ദ്രനെ കോപത്തോടെ സൂക്ഷിച്ചു നോക്കി. ഇന്ദ്രൻ പരിഭ്രമിച്ചു നിശബ്ദനായി നിന്നു.
താങ്കൾ കുറച്ചു നേരം ദൂരം വന്നിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. എന്താ കാര്യം? നിങ്ങൾ എന്തിനിവിടെ വന്നു? ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ശ്രീ പരമേശ്വരൻ ചോദിച്ചു. ദേവാധിദേവ മഹാപ്രഭു, സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ കണ്ടു. അവളാണ് എന്നെ ഇങ്ങോട്ട് ആനയിച്ചത്. അവളുടെ പിന്നാലെ ഇവിടം വരെ എത്തുമ്പോഴാണ് ഞാൻ അങ്ങയെ കണ്ടത്. പിന്നീട് ഞാൻ അവളെ നോക്കിയപ്പോൾ ഇവിടെ എങ്ങും കാണാനില്ല. പരമേശ്വരൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓഹോ, അതാണോ കാര്യം? അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അതാ നോക്കൂ, അങ്ങ് അകലെ ഒരു വലിയ കല്ലുരുട്ടി വച്ചിരിക്കുന്നത് കാണുന്നില്ലേ? ആ ഗുഹയിലേക്ക് പോയി നോക്കൂ. അപ്പോൾ എല്ലാം മനസ്സിലാകും. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ ഗുഹാമുഖത്ത് എത്തി. ഒരു പാറ കൊണ്ട് ഗുഹാമുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രൻ വളരെ പ്രയാസപ്പെട്ട് ആ പാറ മാറ്റി അകത്തു കയറി. ദേവേന്ദ്രൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവിടെ അതാ 4 ഇന്ദ്രന്മാർ. അയാൾ അത്ഭുത പരതന്ത്രനായി. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? തനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ശിവൻ അവിടെ വന്നു. ദേവേന്ദ്ര, അത്ഭുതം തോന്നുന്നുവല്ലേ? ഭയം വേണ്ട. ഇവന്മാരെല്ലാം നിന്നെപ്പോലെ ഇന്ദ്രന്മാരാണ്. ഓരോ ജന്മത്തിൽ ഇവരും വിശ്വകു, ഭൂതധാമാവ്, ശിബി, ശാന്തി എന്നീ ദേവപതികളായിരുന്നു. നീയും അവരിലൊരുവൻ മാത്രമാണ്. ഇവർക്ക് മുമ്പും ദേവന്മാർ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് ശേഷവും ഉണ്ടാകും. ലോകഗതിയാണിത്. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട. നിന്റെ കൂടെ വന്ന യുവതി ശ്രീദേവിയാണ്. നിങ്ങൾ 5 പേരും അവളെ ആഗ്രഹിച്ചെത്തിയവരുമാണ്. അതിനാൽ 5 പേർക്കും അവൾ പത്നിയാകും. സ്വസ്തി ഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ശിവൻ മറഞ്ഞു. 5 ഇന്ദ്രന്മാരും കൂടെ വൈകുണ്ഠത്തിലെത്തി. അവർ വിഷ്ണുവിനെ വന്ദിച്ചു സ്തുതിച്ചു. വൈകുണ്ഠനാഥൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു. ദേവാദികളെ, യുഗങ്ങളുടെ മുഖങ്ങളുമായി നിങ്ങൾ കാണുവാൻ വന്നതെന്തിനാണ്? 5 ഇന്ദ്രന്മാർ 5 കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ്. പരസ്പരം അറിയാതെ ഓരോ സ്വർഗം ഭരിച്ചവനാണ് നിങ്ങൾ. കാലത്തെ മറികടക്കുവാൻ ആർക്കും കഴിയുകയില്ല. പരമപുരുഷന്റെ നിയോഗമനുസരിച്ച് എല്ലാം ഉൾക്കൊള്ളുവാൻ ഉണ്മയായി വർത്തിക്കുന്നതാണ് കാലം. ഇന്ദ്രന്മാരെ, നിങ്ങൾ കാലത്തിൻ്റെ ബന്ധുക്കൾ മാത്രം. ഇനിയും എത്രയോ ഇന്ദ്രന്മാർ ഉണ്ടാവാനിരിക്കുന്നു. അവരും നിങ്ങളുടെ ഗതിക്കനുസരിച്ച് കാലത്തിൽ വിടരുകയും അമരുകയും ചെയ്യും. രുദ്രൻ പറഞ്ഞത് നടന്നേ തീരൂ. നിങ്ങൾ ശ്രീദേവിയെ മോഹിച്ചു വന്നവരാണ്. 5 പേരും മോഹത്തിൻ്റെ ഫലം അനുഭവിക്കണം. സത്യത്തെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും നിങ്ങൾ മോഹിതരായി. സ്ത്രീമോഹം ജനനത്തിന് കാരണമാകുന്നു. നിങ്ങൾ 5 പേരും ശ്രീദേവിക്ക് ഭർത്താക്കന്മാരായി തീരും. മനുഷ്യരായി ജന്മമെടുത്ത് ജനനമരണ ദുഃഖങ്ങളിൽ മുഴുകി ജീവിതഭാരം അനുഭവിക്കും. അതിന് ശേഷമേ മോചനമുള്ളൂ. നിങ്ങളെ സഹായിക്കുവാൻ ഞാനും നിങ്ങളോടൊപ്പം ഭൂമിയിലേക്ക് വരാം. വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ഇന്ദ്രന്മാർ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ആ 5 ഇന്ദ്രന്മാരും പഞ്ചപാണ്ഡവന്മാരായി ഭൂമിയിൽ ജന്മമെടുത്തു. ശ്രീദേവി പാഞ്ചാലിയായി, ഭഗവാൻ കൃഷ്ണനായും ബലഭദ്രനായും ജന്മമെടുത്തു. അങ്ങനെ രുദ്രൻ്റെ വാക്ക് സഫലമായി. ഇതാണ് കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.